കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിപ്പിച്ച ഇന്ത്യ. ഒരു വർഷം മുൻപ് ഇന്ത്യയെ ചത്ത സമ്പദ് വ്യവസ്ഥ എന്ന് വിളിച്ച് അധിക്ഷേപിച്ച ആ വമ്പൻ നേതാവ് ഒടുവിൽ തന്റെ നിലപാട് തിരുത്തിയിരിക്കുകയാണ്. ഇന്ത്യ ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഭാരതത്തിന്റെ സാമ്പത്തിക കുതിപ്പിനെ പരസ്യമായി പുകഴ്ത്തി രംഗത്ത് വന്നിരിക്കുന്നു. ഒരു വർഷത്തിനിടയിൽ ട്രംപിന് ഇതെന്തു പറ്റി എന്ന് മലയാള മാധ്യമങ്ങൾ അത്ഭുതപ്പെടുമ്പോൾ അത് ഭാരതത്തിന്റെ സാമ്പത്തിക ശക്തി പാശ്ചാത്യ രാജ്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞതിന്റെ തെളിവായി മാറുകയാണ്. ഒരു പ്രമുഖ ടെലിവിഷൻ അഭിമുഖത്തിലാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് ട്രംപ് സംസാരിച്ചത്. ഇന്ത്യ നിലവിൽ 7 മുതൽ 8% വരെയുള്ള വൻ വളർച്ചാ നിരക്കിലാണ് കുതിക്കുന്നതെന്നും അമേരിക്കയും ഇന്ത്യയെ പോലെ വളരുകയാണ് വേണ്ടതെന്നും ട്രംപ് തുറന്നു പറഞ്ഞു. അമേരിക്കയിൽ പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് വാദിക്കുന്ന ട്രംപ് ഇന്ത്യയുടെ ഈ വൻ വളർച്ചയാണ് സ്വന്തം രാജ്യത്തിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. അമേരിക്ക നിലവിൽ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും എന്നാൽ വളർച്ച വെറും 4% ഒതുക്കാതെ GDP വളർച്ചയെ 12-13% എത്തിക്കുകയാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇതേ ട്രംപ് തന്നെയാണ് കൃത്യം ഒരു വർഷം മുൻപ് ഇന്ത്യക്കെതിരെ കടുത്ത ഭാഷയിൽ തിരിഞ്ഞത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ രസകരമായിട്ടുള്ള വസ്തുത. റഷ്യയുമായുള്ള ഭാരതത്തിന്റെ വ്യാപാര ബന്ധത്തെയും ഉപരോധവും മറികടന്ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യയുടേത് ഒരു ഡെഡ് എക്കോണമി അഥവാ ചത്ത സമ്പദ് വ്യവസ്ഥയാണെന്ന് ട്രംപ് അധിക്ഷേപിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യൻ കമ്പനികൾക്ക് മേൽ പലതവണയായി കടുത്ത അധിക തീരുവ ചുമത്താനും ട്രംപ് മറന്നില്ല. എന്നാൽ ഭാരതമാകട്ടെ അമേരിക്കയുടെ ഇത്തരം സാമ്പത്തിക ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാനോ തങ്ങളുടെ സ്വതന്ത്ര വിദേശ നയം മാറ്റാനോ ഒട്ടും തയ്യാറായില്ല. ഈ ഒരു വർഷത്തിനിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തിൽ വന്ന വൻ മാറ്റങ്ങളാണ് ട്രംപിനെ കൊണ്ട് ഈ കനത്ത നിലപാട് മാറ്റം പറയിപ്പിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഇപ്പോൾ ഏകദേശ ധാരണയിൽ എത്തിക്കഴിഞ്ഞു. നിയമപരിശോധനകൾ കൂടി പൂർത്തിയാക്കി കേവലം 1% കടമ്പകൾ മാത്രമാണ് ഇനി ഈ ഒരു വലിയ കരാർ യാഥാർത്ഥ്യമാകാൻ ബാക്കിയുള്ളത് എന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന. വരുന്ന ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശന വേളയിൽ ഈ കരാർ ഒപ്പിടുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതിന് പിന്നാലെ അടുത്ത വർഷം ആദ്യത്തോടെ ട്രംപ് ഇന്ത്യ സന്ദർശിക്കുമെന്നും US അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഉപരോധ ഭീഷണികൾ മുഴക്കി ഭാരതത്തെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയവർക്ക് ഒടുവിൽ ഇന്ത്യയുടെ വിപണിയെയും സാമ്പത്തിക കരുത്തിനെയും പരസ്യമായി അംഗീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ട്രംപിന്റെ ഈ യു ടേൺ വെറുമൊരു നയതന്ത്ര വാക്കല്ല, മറിച്ച് പുതിയ ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിന് മുന്നിൽ അമേരിക്കയ്ക്ക് തങ്ങളുടെ പഴയ വാശികൾ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതിന്റെ നേർചിത്രമാണ്. ന്യൂസ് ഡെസ്ക് ക്യാമറ.